നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. മുരാരി ബാബുവിന്റെ മരണത്തോടു കൂടിയാണ് നമ്മുടെ ഇന്നത്തെ ദിവസം ആരംഭിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്ന് രാവിലെ നേരത്തെ വന്നതാണല്ലോ. നമ്മളിങ്ങനെ യാർച്ചായിട്ട് അവിടെ ജോലി നോക്കുമ്പോൾ പെട്ടെന്ന് സ്ക്രീനിൽ അന്തരിച്ചു ആദ്യം കണ്ടു. അത് ഞാൻ ആദ്യം ശ്രദ്ധിച്ചില്ല. ആരും നോക്കി വലിയ ബ്രേക്കിംഗ് പോകുന്നു. രമേശ് പെട്ടെന്ന് പറഞ്ഞത് മുരാരി ബാബു അന്തരിച്ചു. ഒരു സെക്കൻഡ് നമ്മൾ സ്റ്റക്കായി പോയത്. ആദ്യം ഇത് കേട്ടപ്പോൾ ഇയാൾക്ക് രോഗബാധിതനായിരുന്നു എന്നൊരു സിമ്പതി എനിക്ക് തോന്നിയത്. അപ്പം ഞാൻ സ്വാഭാവികമായിട്ടുള്ള മരിക്കുമ്പോൾ എന്താണ് നല്ല സൈസുള്ള ഒരാളായിരുന്നു. എന്തെങ്കിലും രോഗബാധിതനായിരുന്നു. നമ്മൾക്ക് ഇയാളെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ എഴുതിയതാണല്ലോ, ഇയാളുടെ രോഗിയെക്കുറിച്ചാണ് എഴുതിയെന്നൊരു വിഷമം എനിക്കുണ്ടായത്. ഞാൻ അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ട ഇപ്പോഴത്തെ SIT ബന്ധപ്പെട്ട ഒരു ഓഫീസറെ ഞാൻ വിളിച്ചു. അപ്പം തന്നെ ഞാൻ ആദ്യം ചെയ്തത് ഈ മരണം സ്ഥിരീകരിക്കാൻ വേണ്ടി അദ്ദേഹത്തെ വിളിക്കുന്നത്. അപ്പോൾ അദ്ദേഹം അറിഞ്ഞില്ല മരിച്ച കാര്യം. പക്ഷെ അദ്ദേഹം പറഞ്ഞു, രോഗത്തിൻ്റെ ചരിത്രം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇദ്ദേഹം കേസിൽ പ്രതിയാകുമ്പോഴോ ജയിലിൽ പോകുമ്പോഴോ ഒന്നും രോഗമില്ല. പക്ഷെ അയാൾ വയറ് വീർത്തിരിക്കുമായിരുന്നു. സൈസും അയാൾക്ക് ഗ്യാസ് ആണെന്നായിരുന്നു ഒരു നിഗമനം. ആശുപത്രി പോയി പരിശോധിച്ചിട്ടില്ല. അപ്പൊ അത് കഴിഞ്ഞ് ആശുപത്രി വാസമൊക്കെ ജയിൽവാസം 3 മാസം 90 ദിവസം കഴിഞ്ഞു. 90 ദിവസം കഴിഞ്ഞ് കൊടുക്കാത്തോണ്ടാണ് ഇതിന്റെ ജാമ്യം കിട്ടിയത്. അങ്ങനെ കുറ്റപത്രമൊക്കെ വാങ്ങി തിരിച്ചു വന്ന കക്ഷി പെട്ടെന്ന് മെലിയുന്നു. അപ്പം എന്നോട് ആ ഓഫീസർ പറഞ്ഞു, ഇദ്ദേഹത്തോട് ചോദിച്ചു, ഒപ്പിടാൻ വന്നപ്പോൾ ഒരിക്കൽ കണ്ടു, ഒപ്പിടാൻ പോകണമല്ലോ, ഇവരെല്ലാം പോലീസ് സ്റ്റേഷൻ ഒപ്പിടാൻ ചെന്നപ്പോൾ ഒരിക്കൽ കണ്ടപ്പോൾ ചോദിച്ചു, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. പറഞ്ഞു, അതെനിക്ക് ഗ്യാസിൻ്റെ പ്രശ്നം ഇച്ചിരി കൂടുതലാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഏറ്റവും ഒടുവിൽ കാണുമ്പോൾ പറഞ്ഞു, അധിക ദിവസമായില്ല തിരിച്ചറിഞ്ഞിട്ട് ആശുപത്രി പോയി ക്യാൻസർ 4ാം സ്റ്റേജും കഴിഞ്ഞ് 5ാം സ്റ്റേജിലെത്തി തിരിച്ചറിഞ്ഞു. അപ്പം അത് കഴിഞ്ഞ് ഒപ്പിടാൻ വന്നപ്പോൾ പറഞ്ഞു, തീർന്നു, അയ്യപ്പൻ കൊണ്ടുപോവുക എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എടുത്തു ചോദിച്ചു, അയ്യപ്പനിട്ട് പണി കൊടുക്കാൻ പോയേണ്ട തിരിച്ച് പണി കിട്ടുന്നതെന്നൊരു തോന്നൽ അദ്ദേഹത്തിനുണ്ടോ? ഉണ്ട്. അതങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇനി വിധി പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് അങ്ങനെയാണ്, അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഇനിയിപ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. അയ്യപ്പൻ കൃത്യമായി ഇടപെടൽ നടത്തി എന്ന് ബോധ്യത്തോടെയാണ് അയാൾ ഇവിടെ വാങ്ങുന്നത്. അത് അയാൾ വളരെ കൃത്യമായിട്ട് ഈ ഓഫീസർ എന്നോട് പറഞ്ഞു, അയ്യപ്പൻ പണി തന്നു അയാൾ പറഞ്ഞെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, നമുക്കിനി കേട്ടതാണോ? ഞാൻ ചോദിച്ചു, ശരിക്കും അയ്യപ്പനോട് കളിക്കാൻ പോയതുകൊണ്ട് കിട്ടിയതാണെന്നൊരു തോന്നൽ അയാൾക്ക് ഉണ്ട്. ആ വിഷമവും കുറ്റബോധവും ഉണ്ട്. അപ്പം ഞാൻ അപ്പോഴാണ് കണ്ടത്, സത്യത്തിൽ അത് നല്ലതായി. എന്താണെന്ന് വെച്ചാൽ അയ്യപ്പൻ്റെ ഞങ്ങളുടെ അയലോക്കാരനുള്ള അയ്യപ്പൻ. അപ്പം ഭഗവാൻ അയ്യപ്പൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അയ്യപ്പൻ പ്രതികാരദാഹി അല്ല. അയ്യപ്പൻ പലരും കരുതുന്ന മാതിരി അയ്യപ്പ കോപം പ്രതികാരദാഹി അല്ല അയ്യപ്പൻ. പക്ഷെ അയ്യപ്പന് കള്ളത്തരം സഹിക്കത്തില്ല. അപ്പം ഈ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പം പിണറായി വിജയൻ്റെ ആപത്ത് ഇത്രയും ശക്തമായത് ആ സ്വർണ്ണമോഷണത്തിൽ പരോക്ഷമായി പങ്കെടുത്തുകൊണ്ടല്ല. അതിൻ്റെ ഇമേജ് ശബരിമല യുവതി അതുമല്ല. ഇതെല്ലാം കഴിഞ്ഞിട്ടും ഈ കുറ്റബോധമില്ലാതെ തിരുത്താൻ തയ്യാറാവാതെ നാട്ടുകാർ തിരുത്താൻ പറഞ്ഞു. അയ്യപ്പൻ പറഞ്ഞു, അപ്പം അയ്യപ്പൻ്റെ ഇടപെടലുണ്ടായി, തെരഞ്ഞെടുപ്പുകളിൽ തിരിച്ചടി ഉണ്ടായി. എന്നിട്ടും അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കൂസാതെ അയ്യപ്പ സംഗമം എന്നൊരു പരിപാടി നടത്തി പറ്റിക്കാൻ ശ്രമിച്ചു. മാത്രമല്ല സ്വന്തം ജാതദോഷം മാറ്റാനാണെന്ന് പറ്റിക്കാൻ ശ്രമിച്ചു. ദൈവത്തെ പറ്റിക്കാൻ ശ്രമിച്ചു. അത് ഭഗവാൻ ഇഷ്ടമല്ല. കാരണം എനിക്കിപ്പോൾ തെറ്റുപറ്റിപ്പോയി, ഭഗവാനെ ഞാനിങ്ങനെ കരുതിയില്ല എന്ന് പറയുകയും ആ തെറ്റ് ഏറ്റു പറയുകയും ചെയ്താൽ ക്ഷമിക്കാത്ത ദൈവമൊന്നുമില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞങ്ങളുടെയൊക്കെ ബൈബിളിലെ പഴയ നിയമത്തിൽ ദൈവം പ്രതികാരദാഹിയായിരുന്നു. ദൈവം പ്രതികാരം ചെയ്യും. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഈ ചില ഇസ്ലാമിക പണ്ഡിതന്മാരെ നമ്മൾ ഇവരുടെ ഈ ഖുറാനിനെ കുറിച്ച് ചില ചർച്ച ഉണ്ടാകുമ്പോൾ ഇവർ ചോദിക്കുന്നൊരു കാര്യമുണ്ട്, നിങ്ങളുടെ ദൈവവും ഇങ്ങനെ പറയുന്നില്ല. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഈ പഴയ നിയമം എന്ന് പറയുന്നുണ്ടല്ലോ, ഈ പഴയ ഓൾഡ് ടെസ്റ്റ്മെന്റ്, ഈ സാധനം 3 മതത്തിനുണ്ട്. അതെ, ജൂതമതത്തിൻ്റെ തോറയിലാണ്, യഥാർത്ഥത്തിൽ ജൂതമതത്തിൻ്റെ തോറയാണ് പഴയ നിയമം. ഈ എബ്രാഹവും യാക്കോബും സഹാക്കും ഒക്കെ ഈ പ്രവാചകന്മാരെ, രാജാക്കന്മാരെ, ഇതൊക്കെ ഈ ജൂതമതത്തിന്റെ ഭാഗം. ആ ജൂതമതത്തിൽ ജീവിച്ചിരുന്ന ഒരാളാണ് യേശുക്രിസ്തു വരുന്നത്. യേശുക്രിസ്തു വന്ന് അദ്ദേഹം അതുവരെയുള്ള നിയമങ്ങളിൽ പൊളിച്ചെഴുത്ത് നടത്തുന്നു. പക്ഷെ അങ്ങനെ പൊളിച്ചെഴുതാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്നവർ ജൂതന്മാരെ തുടരുന്നു. പൊളിച്ചെഴുതി പുതിയ നിയമം കൊണ്ടുവന്നവർ ക്രിസ്ത്യാനികളാവുന്നു. അതിന് 500 വർഷം കഴിഞ്ഞപ്പോൾ ഒരു വ്യാഖ്യാനം വരുന്നു. 500 വർഷം പല പ്രവാചകന്മാർ ഉണ്ടായിരുന്നു. അതിൽ ഒരു പ്രവാചകൻ മാത്രമായിരുന്നു യേശുക്രിസ്തു. അന്ത്യപ്രവാചകനാണ് മുഹമ്മദ് നബി ആണ് ഇവിടെ യഥാർത്ഥ വിശ്വാസം കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ ഇസ്ലാം. ഈ 3 തമ്മിലുള്ള കണക്ഷൻ അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഓൾഡ് ടെസ്റ്റമെന്റിൽ പ്രതികാരമുണ്ട്, പുതിയ നിയമത്തിൽ അതില്ല. പുതിയ നിയമത്തിൽ യേശുക്രിസ്തു പഠിപ്പിച്ചത് ദൈവം പ്രതികാരം ചെയ്യുന്ന ആളല്ല.
ദൈവം ക്ഷമിക്കുന്ന ആളാണ്. അതുകൊണ്ട് യേശു ക്രിസ്തു പുതിയ നിയമത്തിൽ പഠിപ്പിച്ചത് മുഴുവൻ സ്നേഹത്തെക്കുറിച്ചാണ്. പ്രതികാരം ചെയ്യണമെന്ന് പറയുന്നില്ല. അതിൽ ഒരു ചെവിട്ടത്തടിക്കുന്ന മറു ചെവിട് കാണിക്കാൻ കൊടുക്കുന്നു പറഞ്ഞ ആളാണ്. അതുപോലെ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് പറയുന്നുണ്ട്. നിന്നെ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ യേശു ക്രിസ്തു അന്ന് സമരിയാക്കാരെന്ന് പറയുന്നത് വലിയ ശത്രുക്കളാണ്. ഈ ജൂതന്മാരല്ലാത്ത ആളുകളാണ് സമരിയാക്കാർ. സമരിയാക്കാരോട് മിണ്ടാം. പക്ഷേ യേശു ക്രിസ്തു ദാഹിച്ചപ്പം വഴി പോയി വെള്ളം വാങ്ങി കുടിച്ചത് സമരിയാക്കാരോടാണ്. അപ്പം ഇത്തരത്തിൽ അതുവരെ ഉണ്ടായിരുന്ന സങ്കല്പങ്ങളൊക്കെ യേശു ക്രിസ്തു പൊളിച്ചെഴുതുന്നു. അപ്പം ക്ഷമിക്കുന്ന സ്നേഹം. അതേസമയം പഴയ നിയമത്തിലുള്ള ആ പ്രതികാരം ദൈവം ചെയ്യും എന്ന വിചാരം പരമ്പരാഗത മതങ്ങളിലെല്ലാം ഉണ്ട്. പക്ഷെ അയ്യപ്പൻ അങ്ങനെ പ്രതികാരദാഹിയാണ് എന്ന ഒരു തെളിവും ഒരിടത്തുമില്ല. ഇല്ല, അദ്ദേഹം ഈ കലിയുഗത്തിന്റെ വരദനാണ്. കലിയുഗത്തിൽ ധർമ്മസംരക്ഷകനാണ്. ധർമ്മസംരക്ഷകനാണ്. ധർമ്മസംരക്ഷകൻ എന്ന് പറയുന്നത് ധർമ്മം സംരക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവൃത്തിയും ഒരാളോട് പ്രതികാരം ചെയ്യുന്നതും രണ്ടാണ്. മഹിഷിയുടെ അങ്ങനെയായിരിക്കാം. ധർമ്മം സംരക്ഷിക്കാൻ മഹിഷിയുടേത് അതൊരു സാമൂഹിക പ്രതിബദ്ധതയായിരുന്നു. അതെ, അക്കാലത്ത് മഹിഷിയെ കൊല്ലുക എന്നുള്ളത് കാരണം സ്വാർത്ഥകരെ മനുഷ്യൻ മുഴുവൻ കൊല്ലുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ പിണറായി വിജയനെ പറ്റിപ്പോയത് അദ്ദേഹം ഒരു കുറ്റബോധമില്ലാതെ അയ്യപ്പനെ കബളിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ കാരണം എന്തെല്ലാം ദ്രോഹം ചെയ്തു, മതിലത് കിട്ടുന്നു, അത് കിട്ടുന്നു, എന്നിട്ട് അദ്ദേഹം പോയി അയ്യപ്പൻ അത് അതിന്റെ പേരിൽ പൈസ അടിച്ച് മാറ്റാം. വിശ്വാസമില്ലാത്ത പെണ്ണുങ്ങളോടെ കയറ്റാൻ കൊണ്ടുവരുന്നത് എന്തെല്ലാം ചെയ്തു. അതേസമയം മുരാരി ബാബുവിന്റെ കാര്യത്തിൽ അവസാന നിമിഷം മുരാരി ബാബുവിന് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ യഥാർത്ഥ വിശ്വാസമില്ലായിരുന്നു. വിശ്വാസമുള്ള ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ല. പള്ളിയിൽ നിന്ന് പണം, ഞാൻ പറഞ്ഞ അമ്പലത്തിൽ നിന്നോ പള്ളിയിൽ നിന്നോ പണം മോഷ്ടിക്കാൻ പറ്റുമോ? വിശ്വാസിക്ക് ഒരിക്കലും സാധിക്കില്ല. ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം ഇത് ദൈവം കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. നമ്മളെപ്പോഴും കാണുന്നുണ്ട്. അതുകൊണ്ടാണോ നമ്മുടെ വിശ്വാസം? നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് അദൃശ്യനായ ദൈവം നമ്മുടെ ഓരോ പ്രവൃത്തിയും വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ്. അങ്ങനെ അദൃശ്യനായ ദൈവത്തിന് കൊടുക്കുന്ന അല്ലെങ്കിൽ ദൈവത്തിന്റെ പേരിൽ കൊടുക്കുന്ന പണം നമ്മൾ അടിച്ചു മാറ്റി. ഇപ്പം നേർച്ചപ്പെട്ടിയിൽ ഞങ്ങളെയൊക്കെ നേർച്ചപ്പെട്ടി എന്ന് പറഞ്ഞാൽ ആളുകളെ പിരിക്കും. ഒരിക്കലും ആ കാശ് ആരും എടുക്കത്തില്ല. ഭണ്ഡാരപ്പെട്ടി ആരും കൈയിട്ട് വരത്തില്ല. അപ്പം ഇയാൾ എന്താണ് ചെയ്തത്? മുരാരി ബാബു അയാളുടെ ജീവിതത്തിൽ സർക്കാർ ഉദ്യോഗം കിട്ടി. ആ സർക്കാർ ഉദ്യോഗം വേണ്ടെന്ന് വെച്ചിട്ട് പോലീസിൽ കിട്ടി വേണ്ടെന്ന് വെച്ചിട്ട് എന്നിട്ട് അയാൾ കോൺട്രാക്ട് താൽക്കാലിക ജോലിക്കാരനായി കയറുകയാണ്. അതെ, ഡെയിലി വേസ് കയറുകയാണ്. അവിടെ നിന്നാണ് അയാളുടെ വളർച്ച. അയാൾ ശബരിമല ക്ഷേത്രത്തിൽ കൊള്ള നടത്താൻ കൂട്ടുനിൽക്കുന്നതിന് മുൻപ് ഇതിന് പരിശീലനം സിദ്ധിച്ചത് വൈക്കത്തപ്പൻ്റെ അടുത്തും ഏറ്റുമാനൂരിന്റെ അടുത്തും തിരുനക്കര. അപ്പം ഈ 3 ക്ഷേത്രത്തിന്റെയും ചുമതല ഇവനായിരുന്നു, ഈ മുരാരി ബാബു. ഈ 3 മേജർ ഇവിടെ 3 സ്പെഷ്യൽ ഓഫീസറായിരുന്നു ദേവസ്വം ബോർഡിന്റെ. ഇയാളുടെ ഈ ഏറ്റുമാനൂർ അപ്പൻ്റെ അടുത്തുനിന്ന് മാത്രം പുറത്തു വന്നിരിക്കുന്ന തട്ടിപ്പുകൾ. ഒന്ന്, ഏറ്റുമാനൂർ അപ്പന് സ്വന്തമായി ആനയുള്ളതാണ്. അവിടെ ദേവസ്വത്തിന് ആനയുള്ളതാണ്. ഈ ആനയ്ക്ക് ഈ ഉഴുന്നുള്ളത്താകുമ്പം രോഗമാണെന്നാണ് ഇവൻ എഴുതി വെക്കുന്നത്. എന്നിട്ട് ഇവൻ എന്ത് ചെയ്യും? പുറത്തുനിന്ന് ആനയെടുക്കും. അപ്പൊ ഏറ്റുമാനൂരപ്പന്റെ എഴുന്നള്ളത്തിന് പങ്കെടുക്കാൻ പറ്റുന്നത് ഭാഗ്യമായി കരുതുന്നത് കൊണ്ട് ആന ഉടമകൾ സൗജന്യമായി കൊടുക്കുക മാത്രമല്ല, ഇത് ഭാഗ്യം കിട്ടാൻ, ഈ അവസരം കിട്ടാൻ വേണ്ടി ഇവൻ കാശും മേടിക്കും. എന്നിട്ട് ഇവൻ ദേവസ്വത്തിൽ നിന്ന് ഈ ആന ആളുകൾ ഉടമകൾക്ക് കാശ് കൊടുത്തു കാശ് മേടിക്കും. ഇത്തരത്തിലെ തട്ടിപ്പ് നടത്തിയിരുന്നത്. അത് മാത്രമല്ല, ശ്രീകോവിലിന് തീയിട്ടു. അതിവന്റെ കാലത്താണ്. അപ്പം എന്തെങ്കിലും ഒരു ശ്രീകോവിൽ മോഷണം നടന്നുകൊണ്ടാവാം. അതുപോലെ ആ കാലത്ത് ഒരുപാട് ഈ സ്വർണ്ണ രുദ്രാക്ഷമാല കാണാതെ പോയി. അതെ അതെ, അവിടെ അവിടെ ഈ വിളക്ക് ചേർത്ത പല സാധനങ്ങളും കാണാതെ പോയി എന്നുള്ള വ്യാപാരം ഇതൊക്കെ നടത്തി. ഇത് ഇനി വേറൊരു കാര്യം പറയാം. ഈ ദേവസ്വത്തിന്റെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കഴിഞ്ഞ ദിവസം നെയ്യാറ്റിൻകര ഗ്രൂപ്പിൽ നിന്ന് ഈ ഗ്രൂപ്പാണ് ദേവസ്വം, ഒരു ഗ്രൂപ്പാണ് ദേവസ്വത്തിന്റെ ഗ്രൂപ്പ്. ഗ്രൂപ്പ് ഒരുപാട് കാണാതെ പോയത്. ഈ ക്ഷേത്രങ്ങളിലൊന്നും ഒരു ഇപ്പം ഞാൻ പറഞ്ഞത് കേരളത്തിലെ ഏറ്റവും പരമ്പരാഗതമായ ഏറ്റവും സ്വത്തുള്ള ക്ഷേത്രങ്ങളൊന്നാണ് കണിച്ചകുളങ്ങര കണിച്ചകുളങ്ങര അല്ല, ആലപ്പുഴ മാവേലിക്കര ചെട്ടിക്കുളങ്ങര ഭരണിയൊക്കെ നടക്കുന്ന ക്ഷേത്രം. ഈ ചെട്ടിക്കുളങ്ങര ക്ഷേത്രത്തിൽ എത്രയോ അത് ഈ അവിടുത്തെ ഭരണി എന്നൊക്കെ പറഞ്ഞാൽ കരക്കാരാണ്. മാത്രമല്ല തിരുവനന്തപുരത്തും കൊച്ചിയിലും കോഴിക്കോടുള്ള എല്ലാവരും വരും. അങ്ങനത്തെ ഈ കരക്കാർ കോടികളാണ് മുടക്കുന്നത്. ഇതിന്റെ ഈ കെട്ടൊക്കെ ഉണ്ട്. ഈ കെട്ടിനൊക്കെ വേണ്ടി ഇവർ കോടികളാണ്. ഇവിടെയൊക്കെ ഉള്ള ഈ തിരുവാഭരണത്തെക്കുറിച്ച് ഒരു കൃത്യമായ കണക്കെടുപ്പ് നടക്കുന്നില്ല. ഇതെല്ലാം ദേവസ്വത്തിന്റെ കൺട്രോളിലാണ്. ഈ സമയത്ത് ഇത് എഴുന്നള്ളിച്ചുകൊണ്ട് വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് മിക്ക ക്ഷേത്രങ്ങളിലെയും തിരുവാഭരണമോ അല്ലെങ്കിൽ അവിടുത്തെ ഈ പരമ്പരാഗതമായി ലഭിച്ചിരിക്കുന്ന
ഒരു സാധനവും അങ്ങനെ തന്നെ ഉണ്ടെന്ന് ഉറപ്പൊന്നുമില്ല. മാത്രമല്ല ഇതിന്റെ ഈ പല ക്ഷേത്രങ്ങളിൽ ഇരിക്കുന്ന സാധനങ്ങളുടെ ചരിത്രപരമായ അതിന്റെ ആന്റിക് വാല്യൂ ഉണ്ടല്ലോ. നമ്മൾ അല്ല, ഇതൊക്കെ എന്ത് സംഭവിച്ചു ആർക്കും അടുത്ത അവസ്ഥയാണ്. അപ്പൊ ഇവൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇവൻ ഇതെല്ലാം മോട്ടിച്ചു. അതിനുശേഷം ശബരിമലയിലേക്ക് അവൻ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ട് പ്രൊമോഷൻ കിട്ടുന്നു. ഈ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായി പോയിരുന്ന് ഇവനാണ് യഥാർത്ഥത്തിൽ ഈ പത്മകുമാറോടും ഈ ആളുകളോടെല്ലാം ചേർന്ന് CPM ചേർന്ന് ഈ പോറ്റിയെ മുമ്പിൽ വെച്ച് ഇതിൻ്റെ ഒരു കൃത്യം തിരക്കഥ ഉണ്ടാക്കുന്നവനാണ്. ഉണ്ണികൃഷ്ണൻ പോയിട്ട് 1-ാം പ്രതിയായെങ്കിലും 2-ാം പ്രതി ഇവയാളാണ്. 2 കേസിലും പ്രതിയാണ്. അതും ഇത് ചെമ്പാണ് എന്ന് എഴുതി മിനിറ്റ്സിൽ വെച്ച് തട്ടിപ്പ് നടത്താനായിട്ട് പേപ്പർ തിരുത്തി കൊടുത്ത ആൾ ഇയാളാണ്. രാഷ്ട്രീയക്കാർക്ക് ഇവരിൽ പറഞ്ഞു കൊടുത്താൽ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇത്തരത്തിൽ എല്ലാ ഉഡായിപ്പുകളും നടത്തി അവസാനം പിടിക്കപ്പെടുന്നു. ഒരക്ഷരം പോലും ഒരു വിശദീകരണം നൽകിയിട്ടില്ല. ഓർക്കണം, 2.5 കോടി രൂപയുടെ വീടാണെന്നാണ് വാർത്തകൾ. ആ വീടിന്റെ വിഷ്വൽ കാണുമ്പോൾ നമ്മൾ ഇന്നും കണ്ടിരുന്നു. ഞാൻ രാവിലെ വുഡ് പാനലിംഗ് ആണ്. തടി, ആ വീട് മുഴുവൻ ചുവര് തടിക്കുന്ന വില എത്ര? ഓർക്കണം, ദേവസ്വം ബോർഡിലെ ഒരു ചെറിയ ക്ലർക്കായിട്ട് ജോലി കയറി, താൽക്കാലിക ജോലി കയറി ആയിരുന്ന ആളെ 2.5 കോടി രൂപ എന്തെല്ലാം സ്വത്തുക്കൾ അയാൾ കൊണ്ട് ഈ കേസ് അന്വേഷിക്കുന്നവരുടെ എല്ലാം സ്വത്ത് വിവരങ്ങൾ കണ്ടെത്തി. 1 കോടിയുടെ സ്വത്തുണ്ട്. ഈ സ്വത്തുക്കളെല്ലാം വെച്ച് ആലോചിച്ച് നോക്കുന്നിട്ട് അയാൾക്ക് ആ വീട്ടിൽ സുഖമായി താമസിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ല. വീട്ടുകാരും പാവം ഏക്കയില്ലല്ലോ. മക്കളാരെങ്കിലും അവർക്കിത് കിട്ടി, അവർക്ക് ഇതെല്ലാം അനുഭവിക്കാനുള്ള കിട്ടി. പക്ഷെ അത് ഇത്തരത്തിലുള്ള സ്വത്ത് കിട്ടിയാൽ പോലും അത് പിന്നെ ഭാവിയിലും അത് വലിയ അതാണ് നമ്മളുടെ ഇന്റർവ്യൂവിൽ KB ഗണേഷ് കുമാർ പറഞ്ഞു, എൻ്റെ അപ്പം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, എടാ മോനെ നീ രാഷ്ട്രീയത്തിലൊക്കെ ഇറങ്ങുന്ന കൊള്ളാം, പക്ഷെ രാഷ്ട്രീയത്തിൽ പോകുമ്പോൾ നീ ഒരു കാര്യത്തിന് ദേവസ്വത്തേക്ക് അയ്യപ്പൻ്റെ അടുത്തേക്ക് തിരിഞ്ഞു നോക്കരുത്. വാഴയിൽ കിടന്ന മരിക്കും. ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഒരുപാട് അവർക്ക് അറിയാലോ, പഴയ സീനിയർ നേതാക്കന്മാരായുണ്ട് പലരും ഉണ്ട്. നമ്മൾ അറിയുന്നില്ലല്ലോ ഇവരെങ്ങനെ മരിച്ചു എന്നുള്ളത്. അങ്ങനെ അനുഭവങ്ങളുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു തുടർച്ചയായി വേണം ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷെ ഇദ്ദേഹം തിരിച്ചറിയുകയും മരണാസന്നാവുന്നു, ക്യാൻസർ 4-ാം സ്റ്റേജ് കഴിഞ്ഞ് 5-ാം സ്റ്റേജിലേക്ക് എത്തി, അധികം ആയുസില്ല എന്ന് തിരിച്ചറിയുമ്പോൾ സ്വാഭാവികമായിട്ടും പശ്ചാത്തപിച്ചിട്ടുണ്ടാവും. പശ്ചാത്താപമാണ് ഏറ്റവും വലിയ പാപപരിഹാരം. പശ്ചാത്താപമാണ്. ലോകത്തെ ഏത് പാപിയും പശ്ചാത്തപിച്ചത്. യേശുക്രിസ്തുവിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഒരു സ്ത്രീയെ കല്ലെറിയുകയാണ് എല്ലാവരുടെ മഗ്ദലന മറിയം. ഈ കല്ലെറിയുമ്പോൾ ഇവർ കരയുക. കാരണം അതാണ് അവിടുത്തെ രീതി. ജൂതന്മാരുടെ അന്നത്തെ രീതി അനുസരിച്ച് വേശ്യാവൃത്തി ചെയ്താൽ കല്ലെറിയുകയാണ്. യേശുക്രിസ്തു തന്നെ തരണം, നീ എന്തിനാണ് അതിനകത്ത് തരണമെന്ന് ചോദിച്ചപ്പോൾ ഒരൊറ്റ ചോദ്യം, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ. ഒരാളും ഇല്ലായിരുന്നു. എല്ലാവരും കല്ല് തിരിച്ചിട്ട് പോയി. അതിനുശേഷം ഈ മറിയം ജീവിതം മുഴുവൻ തന്നെ ഈ എന്താ പറയുക ഒരു വിശുദ്ധ ജീവിതത്തിലേക്ക് മാറി, ആത്മീയമാർഗത്തിലേക്ക് മാറി. അപ്പോൾ അതാണ് പശ്ചാത്താപം. ഒരാൾക്ക് പശ്ചാത്താപം ഉണ്ടാകുമ്പോൾ ആ പശ്ചാത്താപം അയാളെ രക്ഷിക്കും. ദൈവത്തിൻ്റെ ഏറ്റവും മഹത്തായ ലക്ഷണമെന്ന് പറയുന്നത് അവൻ ഏത് പാപിയോടും ക്ഷമിക്കും. അവൻ ആത്മാർത്ഥമായി കണ്ണീരണിഞ്ഞ് മാപ്പ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അമ്പലത്താടുകളിൽ എത്ര കൊള്ളക്കാർ പിന്നീട് അവർ പശ്ചാത്താപം കൊണ്ട് തിരിച്ച് നല്ല മനുഷ്യരായി സാമൂഹ്യ പ്രവർത്തകരായി പോലും അവരൊക്കെ പശ്ചാത്താപം വന്നാണോ നിവൃത്തിയിലാവുന്നതാണെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ ഞാൻ പറയുന്നത് ഇയാൾ ഇത് തിരിച്ചറിയുകയും പശ്ചാത്തപിക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ മുരാരി ബാബുവിൻ്റെ മരണം അറിഞ്ഞ് നമ്മുടെ നാട്ടിൽ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ആളുകൾ മുഴുവൻ പിറക്കിയായിരിക്കും ഭയം. സ്വാഭാവികമായി ഇത് നേതാക്കന്മാർ, ഇത് അനുമതി കൂട്ടുന്ന ഉദ്യോഗസ്ഥന്മാർ, അവരെ കുടുംബങ്ങൾ എല്ലാവരും ഭയക്കും. ഞാനായിരിക്കുമോ അടുത്ത അയ്യപ്പൻ്റെ ടാർഗറ്റ് എന്ന് സ്വാഭാവികമായി അവർ സംശയിച്ചു. ഇത് വല്ലാത്ത ഒരു അനുഭവമാണ് വിശ്വാസികൾ. ഇത് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട നല്ല മനുഷ്യർ ഒരുപാട് മരിക്കുന്നുണ്ട്. എത്രയോ നിരപരാധികൾ കുഞ്ഞുങ്ങൾ RCCയിലേക്ക് നമ്മളൊന്ന് പോയാൽ അവിടുത്തെ ക്യാൻസർ ബാധിതരായ കുട്ടികളെ കാണുമ്പോൾ നമ്മുടെ ഈഗോ മുഴുവൻ നഷ്ടപ്പെട്ടു പോകും. ഞാൻ എപ്പോഴും പറയും, അഹങ്കാരമുള്ളവന്മാർ ദിവസവും രാവിലെ ഉച്ചയ്ക്ക് ഒരാഴ്ച കയറ്റി ഇറക്കി മതി RCCക്കകത്ത്, പിന്നെ മര്യാദക്കാരെ ജീവിച്ചോളൂ. ഭീകരമായ കാഴ്ചയാണ്. കുഞ്ഞുങ്ങളെ കാണാം. അപ്പോൾ എന്തിനാണ് കുഞ്ഞുങ്ങൾ എന്ത് കുറ്റം ചെയ്തിട്ടാണ്? ജന്മന ബ്ലഡ് ക്യാൻസർ ഉള്ള പിള്ളേരുണ്ട്, അവരെന്ത് കുറ്റം ചെയ്തിട്ടാണ്? എത്രയോ നല്ല മനുഷ്യർ അപകടത്തിൽ മരിച്ചു പോകുന്നു. അതുകൊണ്ട് മരിക്കുന്നു എന്ന് പറയുന്നത് ഒരു ദൈവശിക്ഷയായി ഞാൻ കരുതുന്നില്ല. പക്ഷേ ഒരു വലിയ മോഷണം നടത്തുന്ന ഒരാൾ അപ്രതീക്ഷിതമായി മരണത്തെ പുലുകുമ്പോൾ സ്വാഭാവികമായും വിശ്വാസികൾ അത് പറയും. അത് പറയരുത് എന്ന് അവരോട് പറയാൻ നമുക്ക് പറ്റില്ല. അത് പറയും. നമ്മുടെ കർമ്മഫലം ഒന്നും പറയുമല്ലോ. കർമ്മഫലം എന്ന് പറഞ്ഞല്ലോ, നമ്മളെ കർമ്മം താന്താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താന്താൻ അത് അനുഭവിച്ചിട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ളത് സത്യമാണ്. അതിന് അടുത്ത ജന്മമൊന്നുമല്ല, ഈ ജന്മത്തിൽ തന്നെ നമ്മൾ അനുഭവിക്കും എന്നാണ്. ഈ പിണറായി വിജയൻ അനുഭവിച്ചു തുടങ്ങിയതേ ഉള്ളൂ. അത്രേ ഉള്ളൂ. കാരണം 10 വർഷം അദ്ദേഹം അധികാരത്തിൻ്റെ ഇതിലായിരുന്നു.
സൽപ്പേര് മാത്രം പോയെന്നുണ്ടായിരുന്നുള്ളൂ. ജനവികാരം പിണറായിക്കെതിരെ. പക്ഷെ ഇനിയായിരിക്കും ഒരുപക്ഷെ പിണറായി ഇപ്പൊ കാത്തിരിക്കുന്നത്. അതിന്റെ അവസ്ഥയാണല്ലോ. ഇപ്പൊ എന്തായാലും ഇപ്പം വീണ ബുധനാഴ്ച ചെല്ലണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എന്തായാലും പോയാലും പോയില്ലെങ്കിലും മനസമാധാനം എന്നുള്ള പറയുന്ന ഒരു വാക്കിന് എനിക്ക് ഈ CPM-കാരൊക്കെ എവിടെ പോയി? പിണറായി വിജയൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടാൽ പണ്ട് ആയിരക്കണക്കിന് ആരാധകരായിരുന്നു, ഇപ്പോൾ എല്ലാ തെറിവിളികളാണ്. എവിടെ പോയി സൈബർ സഖാക്കൾ എന്നാണ് എനിക്ക് സംശയം. എല്ലാവരും മടക്കി കെട്ടി അടുത്ത വഴി നോക്കി. ഇപ്പൊ സാംസ്കാരിക നായകന്മാർ ആരും ഇല്ലല്ലോ. ആരുമില്ല. സംസ്കാര നായകന്മാർ പലരും രാജ്യം കൊടുത്തിട്ട് അടുത്ത് കോൺഗ്രസ് നായകന്മാരെ പുറകെ അടക്കണം എന്നാണ് തിരിച്ചെനിക്ക് സാധനം കിട്ടുന്നത്. അന്ന് തുടർ ഭരണം പാടില്ല എന്ന് പറഞ്ഞ സച്ചിദാനന്ദൻ അടക്കമുള്ളവർക്ക് എന്തെല്ലാം സൈബർ ആക്രമണത്തിന് ഇരയായി. ഇപ്പോൾ ഈ ഇടയ്ക്കും നേതാക്കന്മാർ പ്രശ്നമാണ് അദ്ദേഹം അവസരവാദി എന്നങ്ങാണ്ട് പോകുന്ന മാസ്റ്റർ പറഞ്ഞു സച്ചിദാനന്ദനെ കുറിച്ച്. എന്തായാലും മുരാരി ബാബുവിൻ്റെ മരണം ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയപ്പെടുത്തുന്ന യാഥാർത്ഥ്യമാണ്. അതിലൂടെ മാത്രമേ നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് കിടക്കാൻ പറ്റൂ. അത് സർക്കാർ, VD സതീശൻ സർക്കാർ കഴിഞ്ഞ ഒരു മൂന്നാഴ്ച ഭരണകാലത്ത് അവർ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, വിപ്ലവകര കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനിടയിലും ചെയ്തു കൂട്ടുന്ന അബദ്ധങ്ങൾ ചില്ലറയാണ്. ഈ നല്ല കാര്യം പെട്ടെന്ന് ജനങ്ങൾ ശ്രദ്ധിക്കില്ല, ഈ മോശം കാര്യങ്ങൾ ഭയങ്കര ഹൈലൈറ്റ് ചെയ്യപ്പെടുകയും. കമ്പാരിറ്റീവ്ലി VD സതീശന് വലിയ പിന്തുണയുണ്ട്, ജനപിന്തുണ ശക്തമായിട്ട്. അപ്പോൾ നമ്മൾ VD സതീശന് അനുകൂലമായ വാർത്തകൾക്ക് വലിയ സ്വീകാര്യതയുണ്ട്. ജനങ്ങൾക്ക് ഇപ്പോഴും VD സതീശൻ ഈ നാട്ടിൽ പലതും പ്രതീക്ഷിക്കും എന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നു. പക്ഷേ നമ്മൾ ഗ്രൗണ്ട് റിയാലിറ്റി ആയി കിട്ടുന്ന റിപ്പോർട്ടുകൾ പലതും ഒട്ടും ശുഭസൂചകമല്ല. ഞാൻ അതിൻ്റെ കാര്യങ്ങളെല്ലാം വളരെ വൈകിയാണ് പോകുന്നത്. ഇപ്പം നമ്മുടെ പ്രശാന്തിനെയും അശോകിനെയും എടുക്കാൻ വൈകി എന്നത് മാത്രമല്ല, അശോകിന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തീരെ മോശം വകുപ്പല്ല. പക്ഷെ പ്രശാന്തിനെ ഒരു അഡീഷണൽ ചീഫ് സെക്രട്ടറി കീഴിൽ ഇപ്പോഴും സ്പെഷ്യൽ സെക്രട്ടറി ആയിട്ട് വളരെ അപ്രധാനമായ കാര്യമാണ്. അത് ഓർക്കണം, ഈ പ്രശാന്തിനേക്കാൾ ജൂനിയർ ആയിട്ടുള്ള ഓഫീസർമാരാണ് വിവിധ വകുപ്പുകളിൽ സെക്രട്ടറിമാരെ നിയോഗിച്ചിരിക്കുന്നത്. 5 വർഷത്തോളം ഈ പ്രശാന്തിന്റെ പ്രൊമോഷൻ തടഞ്ഞു വെച്ചു ആര്? പിണറായി വിജയൻ. രമേശ് ചെന്നിത്തലയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ഒറ്റ കാരണത്താൽ. രമേശ് ചെന്നിത്തല ഭരണത്തിൽ തിരിച്ചു വന്നിട്ടും അത് ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല. അത്രയും പ്രതിഭാധനരായ ഈ ഉദ്യോഗസ്ഥന്മാരെ പ്രധാനപ്പെട്ട പദവികൾ വെക്കാൻ പറ്റുന്നില്ല. അതേസമയം രാജമാണിക്യത്തെ പോലുള്ളവർ CPM-ന്റെ സ്വന്തമായിരുന്നു. ഈ മാസപ്പടി കേസ് അടക്കം എല്ലാ കേസിലും KSIDCയുടെ അടക്കമുള്ള ചുമതല ഉണ്ടായിരുന്നു. ഈ സ്വർണ്ണക്കടത്ത് കേസിൽ ദേവസ്വം സെക്രട്ടറി ആയിരുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് എന്തെല്ലാം വകുപ്പാ? KSIBയുടെ ചെയർമാൻ സ്ഥാനത്തിന് ഒപ്പം MD കം ചെയർമാൻ, ഒപ്പം ഊർജ്ജ സെക്രട്ടറിയാക്കി. പവർ സെക്രട്ടറിയും കൂടെ ആവുക എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനമാണ്. കാരണം ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ചെയർമാൻ ആയിരിക്കുന്ന പവർ സെക്രട്ടറിയും കൂടെ ആവുകയാണെങ്കിൽ ഇരട്ടി അധികാരം, ഒരു ഇരട്ടി അധികാരമായി. ഇവിടെ എന്ത് തീരുമാനം എടുത്താലും ഊർജ്ജ സെക്രട്ടറിയാണ് ഇവിടെ. അതൊരു ഒരു ചെക്കിംഗ് പോലും ഉണ്ടാവത്തില്ല. കൂടാതെ ദേവസ്വം സെക്രട്ടറി സ്ഥാനം വിട്ടിട്ടില്ല, പരിസ്ഥിതി സ്ഥാനം കൊടുത്തിട്ടുണ്ട്, പൊതുഭരണം കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ അധികാരം ജൂനിയർ ആയിരിക്കുന്ന ഇദ്ദേഹത്തിന് കൊടുക്കുകയും അതേസമയം സീനിയർ ആയിരിക്കുന്ന അശോകിന് പോലും ഉന്നത വിദ്യാഭ്യാസം മാത്രം. അത്രേ ഉള്ളൂ. പ്രശാന്തിന് വളരെ അപമാനിതനായി നിർത്തിയിരിക്കുന്നു പറയുന്നത് ഒരിക്കലും അംഗീകരിക്കും. അതിന്റെ അർത്ഥം നീതിയെ അവർ ഭയപ്പെടുന്നു എന്നാണ്. മന്ത്രി താരതമ്യേന ജൂനിയറാണ്, വളരെ ജൂനിയർ. അത് ബോധപൂർവമാണ്. അതായത് ഈ Big 6 മന്ത്രിമാരുണ്ട്, Big 5 ഉണ്ട്. കൂടാതെ മറ്റേ നമ്മൾ വേണ്ട ഷിബു ബേബി ജോണിനെയും മോൻസിനെയും ഒക്കെ നമുക്ക് വേണമെങ്കിൽ Big 5-ന്റെ താഴേക്ക് 6, 7 ആയിട്ട് കൂട്ടാം. Big 5 എന്ന് പറഞ്ഞാൽ സതീശൻ, രമേശ് ചെന്നിത്തല, കുഞ്ഞാലിക്കുട്ടി, മുരളീധരൻ, അനിൽകുമാർ. ഇതാണ് Big 5 മിനിസ്റ്റേഴ്സ്. ഇവരാണ് ഇൻഡിപെൻഡന്റ് ഡിസിഷൻ. ഷിബുവിനെ നമുക്ക് ആ കൊടുത്ത് കൂട്ടാം. കാരണം ഷിബു ആരുടെയും ആരും പറയുന്നത് ഷിബു കേൾക്കത്തില്ല. അപ്പം ഈ Big 5 മന്ത്രിമാരോടൊപ്പം വരുന്ന ഒരു സിവിൽ സർവീസ് ഓഫീസറാണ് പവർഫുൾ ആവുന്നത്. മനഃപൂർവ്വമാണ് ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള മന്ത്രിമാരിലെ ഇവരെ കൊണ്ടിട്ടത്. ഒരു സ്വാധീനവും ഉണ്ടാവത്തില്ലല്ലോ. അപ്പം ഇതൊന്നും ഒട്ടും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതുപോലെ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇപ്പം സണ്ണിയുടെ നിയമനം നമ്മൾ സംസാരിച്ചു പോയെങ്കിൽ പോലും KPC അധ്യക്ഷനും ഇപ്പോഴത്തെ വൈദ്യുതി മന്ത്രിയുമായ സണ്ണി ജോസഫിന്റെ അളിയൻ ബെന്നി. ഞാൻ അതിനുശേഷം ഫേസ്ബുക്കിലൊക്കെ കണ്ടത്, എനിക്ക് സത്യമാണെന്ന് അറിയത്തില്ല, സണ്ണിയുടെ ഓൺ കുടുംബത്തിലും ഭാര്യ കുടുംബത്തിലുള്ള ഒരു 10-20 പേർക്ക് പല പദവികൾ വെച്ചിട്ടുണ്ടെന്ന് കോപ്പറേറ്റീവ് ബാങ്കുകളിലും. സത്യമാണെന്ന് അറിയില്ല. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം പറയാം, മന്ത്രിയായി നാറിയ ആളായി മാറും. അത് MLA എന്നതിൽ വളരെ ജനകീയനായിരുന്നു. മന്ത്രി ആയതോടുകൂടി അദ്ദേഹത്തിന്റെ വില പോയി എന്നൊരവസ്ഥ നമുക്കാണ്. അത് അനാവശ്യം, രാജിവെക്കേണ്ടി വന്നു. അനാവശ്യമായ ഒരു കാര്യമില്ല. അതിൽ പിടിവാശി കാണിക്കേണ്ടായിരുന്നു. അങ്ങനെ ഒരു സംഭവം മന്ത്രിനെ പറഞ്ഞു രാജിവെച്ചേക്കാൻ പറഞ്ഞ പ്രശ്നം തീരേണ്ട കാര്യമുണ്ട്. അല്ല, അങ്ങനെ സംഭവം വരരുതായിരുന്നു. അത് ആദ്യം ശ്രദ്ധിക്കണം. വരരുതായിരുന്നു, ഒരിക്കലും അങ്ങനെ കൊണ്ടുവരരുത്, വരരുത്. ഞാൻ പറഞ്ഞേ,
എൻ്റെ വൈഫ് ഡെപ്യൂട്ടേഷനിൽ കേരള സ്പോർട്സ് കൗൺസിൽ അസിസ്റ്റന്റ് സെക്രട്ടറി ആയിട്ട് 2-3 വർഷം ജോലി ചെയ്തു. ഈ സമയത്ത് ഞാൻ സ്പോർട്സ് റിപ്പോർട്ടിംഗ് നിർത്തിയ ആ സമയത്താണ്. ഞാൻ സ്പോർട്സ് കൗൺസിൽ പിന്നെ ജീവിതത്തിൽ കയറിയിട്ടില്ല. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ നമ്മളങ്ങോട്ട് പോകരുത്. നമ്മൾ കാരണം പിന്നെ ആളുകൾ നമ്മൾ സ്വാധീനിച്ചത് പേരുണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. ഇത്തരത്തിലുള്ള ഉത്തരവാദിത്വക്കുറവുണ്ടായി. ഇനി രണ്ടാമത്തേത്, ഇപ്പോഴത്തെ ഏറ്റവും ദേവസ്വം, അത് വളരെ ഡേഞ്ചറസ് അല്ലേ? ഡേഞ്ചറസ്, വളരെ കേട്ടാൽ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സംഭവമാണ്. പ്രദീപ് എന്ന് പറയുന്ന ഒരു മറ്റേ സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഭിഭാഷകനെ നല്ല വക്കീലാണ്. പക്ഷെ നല്ല വക്കീലാണെങ്കിലും ഇപ്പോൾ ഈ കേസ് നടക്കുമ്പോൾ, സ്വർണ്ണക്കടത്ത് കേസ് നടക്കുമ്പോൾ, ആ സ്വർണ്ണക്കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതി പങ്കജ് ഭണ്ഡാരിയുടെ സ്ഥാപനമാണ് സ്മാർട്ട് ക്രിയേഷൻസ്. അതിന്റെ ഉടമയായ ആ രണ്ടുപേരുടെയും ഇവരുടെ വക്കീലായിരിക്കുന്ന പ്രദീപിനെ ദേവസ്വം ബോർഡിന്റെ വക്കീലാക്കുക എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ പ്ലീഡർ ആയിട്ടാണ് നിയമിച്ചത്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഈ കേസിൽ ഇവർക്കെതിരെ സർക്കാർ വാദിക്കേണ്ടത് ഇവരുടെ വക്കീലായിരുന്ന ആളെന്ന് പറഞ്ഞാൽ അത് ഞെട്ടിക്കുന്നു. മാത്രമല്ല, നിയമവകുപ്പ് മുഖ്യമന്ത്രിയാണ് കൈകാര്യം ചെയ്യുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിയമവകുപ്പ് വേറൊരു മന്ത്രിയല്ല, മുഖ്യമന്ത്രിയാണ് നിയമവകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ മാത്രമല്ല, മുരളീധരൻ അദ്ദേഹം അറിഞ്ഞിട്ടില്ല എന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത്. അദ്ദേഹം ഒരു തർക്കം എന്ന നിലയിലേക്ക് ഇതിനെ മാറ്റാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് പറഞ്ഞു, കൂട്ടുത്തരവാദിത്വമാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അദ്ദേഹം മന്ത്രിസഭയെ പങ്കെടുത്തിരുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് അദ്ദേഹത്തിന് അസ്വസ്ഥതയുണ്ട്. സംശയമില്ലല്ലോ അക്കാര്യത്തിൽ. ഇതൊരു വളരെ അപകടകരമായ അവസ്ഥയല്ലേ? മാത്രമല്ല, ഈ സർക്കാർ അധികാരത്തിൽ വന്നതിൽ ഏറ്റവും പ്രധാന പങ്കുവച്ചതൊന്ന് ശബരിമല സ്വർണ്ണക്കൊള്ളയല്ലേ? അങ്ങനെ അതായത് ഇതിൻ്റെ അകത്ത് ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് എന്നെ വേദനിപ്പിച്ച, നിരാശപ്പെടുത്തി, നമ്മുടെ എവിഡൻസ് ഇല്ലാത്തതുകൊണ്ട് നമ്മളത് കൃത്യം പറയുന്നിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് എനിക്ക് ഹൈക്കോടതിയിൽ നിന്നുള്ള എൻ്റെ ഇൻഫർമേഷനാണ്, എവിഡൻസ് ഇല്ല. ഈ ഗവൺമെൻറ് പ്ലീഡർ നിയമനത്തിൽ വലിയ തോതിൽ സാമ്പത്തിക ഇടപാട് നടന്നിട്ടുണ്ട്. 15 ലക്ഷത്തിന് 25 ലക്ഷത്തിനിടയിൽ കൊടുത്താണ് ഓരോരുത്തരും നിയമിച്ചത്. അപ്പോൾ അതുകൊണ്ട് നല്ല തുക കൊടുത്തതിൻ്റെ മാനദണ്ഡമാവാം, അല്ലാതെ ഈ ഗവൺമെന്റ് നടന്നിട്ടില്ല. കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ഇത് ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. നെയ്യാറ്റിൻകര മറ്റൊരു ഇതുപോലെ സർക്കാർ വക്കീലിനെ അന്ന് പോലീസ് കൈക്കൂലി അച്ഛനെ പിടിച്ചു. അയാൾ പറഞ്ഞ് ഞാൻ കാശ് കൊടുത്തിട്ടാണ് ഈ ടെമ്പററി ജോലി ശരിയാക്കി വെച്ചേക്കുന്നത്, അതുകൊണ്ട് എനിക്ക് ഇത് ഇവിടുത്തെ ശമ്പളം മാത്രം കൊണ്ട് ജീവിക്കാൻ പറ്റുമെന്ന് അയാളെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതായത് ഇവർ കാശ് കൊടുത്ത്, അപ്പം ആലോചിച്ച് നോക്കിയോ, കാശ് കൊടുത്ത് ഈ പദവിയിലിരുന്നാൽ എവിടെ നീതി നടപ്പിലാക്കും? ഒരു നീതിയില്ലല്ലോ. യഥാർത്ഥത്തിൽ ഈ വക്കീലന്മാരെ, ഗവൺമെന്റ് പ്ലീഡർമാരെയും പിമാരെയും തിരഞ്ഞെടുക്കുന്ന രീതി മാറ്റണം. നിങ്ങൾക്കറിയാവോ, താഴത്തെ കോടതിയിൽ ടെസ്റ്റ് എഴുതിയാ കയറുന്നത് APPമാർ. ഇപ്പം മുനിസിപ്പൽ കോടതിയാണെങ്കിലും, മുനിസിപ്പൽ കോടതിയല്ല, മജിസ്ട്രേറ്റ് കോടതി PSC ടെസ്റ്റ് നടത്തുന്നത്. അപ്പോൾ അതിന് കൂടെ അവർക്ക് DYSP റാങ്കും ഉണ്ട്. DYSP റാങ്കാണുള്ളത്. അതുകൊണ്ട് പണി അറിയാവുന്നവരോടെ കയറും. അതുകൊണ്ട് താഴത്തെ തട്ടിൽ പലതും നടക്കുന്നുണ്ട്. എന്നാലും സ്വാധീനമുണ്ട്. പക്ഷേ ഈ മുകളിലേക്ക്, ഡിസ്ട്രിക്ട് കോടതി മുതൽ മുകളിലേക്ക് വരുമ്പോഴത്തേക്കും ഈ പറയുന്ന രാഷ്ട്രീയക്കാരെ ഒന്നുകിൽ പാർട്ടിക്കാർ കഴിവില്ലാത്തവർ വെക്കും, അല്ലെങ്കിൽ പണം മേടിച്ചു. പലപ്പോഴും ഈ കേസിലെ വക്കീലന്മാരെ ഒരുപാട് പേര് എടുക്കുമെന്ന് പറയും. കാരണം ആ കേസിൽ ഇവിടുത്തെ കിട്ടുന്ന വലിയ ഉപയോഗമായ ശമ്പളം വാങ്ങാമല്ലോ. എന്നിട്ട് സർക്കാരിന് താല്പര്യമുള്ള കേസ് ഇവരെ ഏൽപ്പിക്കത്തില്ല. ഇത് അവസാനിപ്പിക്കേണ്ട സമയമാണ്. എന്തായാലും വലിയ അബദ്ധമാണ് ഇപ്പൊ ഇതിലൂടെ കാണിച്ചിരിക്കുന്നത്. ഇതൊരു സൂചനയാണ്. ഈ രണ്ട് ജനങ്ങൾ കാണുന്നുണ്ടെന്നുള്ള കാര്യം ജനങ്ങൾ കാണുന്നുണ്ടെന്നും ഇപ്പോഴും സൽപ്പേരൊക്കെ ഉണ്ട്. പക്ഷെ പതിയെ ഈ സൽപ്പേര് നഷ്ടപ്പെടും. അല്ലെ, കോൺഗ്രസ്സുകാർ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, 77 തോറ്റ് തുന്നം പാടിയ ഇന്ദിരാഗാന്ധിയും അവരെ മകനും ഉൾപ്പെടെയുള്ളവരാ 3 വർഷം കഴിഞ്ഞപ്പോൾ 80 3-2 ഭൂരിപക്ഷത്തോട് തിരിച്ച് ജനങ്ങൾ കൊണ്ടുവന്നു. അത് നമ്മൾ മനസ്സിലാക്കണം എപ്പോഴും. അതിന് പിണറായി വിജയൻ സംഘം ഇപ്പോൾ തോറ്റു എന്ന് പറഞ്ഞ് ചിലപ്പോൾ 2029 ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് വന്നു തുടങ്ങുന്നുണ്ടോ? അതുവരെ അത് മാത്രമല്ല, ഈ BD സതീശനോട് എനിക്ക് സ്നേഹബുദ്ധിയെ പറയാനൊന്നുണ്ട് കാര്യങ്ങളുണ്ട്. അത് BD സതീശന്റെ ശത്രുക്കൾ കോൺഗ്രസിലുമുണ്ട്, CPM-ൽ മാത്രമല്ല. പ്രതിപക്ഷം വളരെ സ്ട്രോങ് ആണ്. നമ്മൾ ഈ പറയുന്ന ദുർബലമാണെന്ന് പറയുമ്പോഴും പാർട്ടി വളരെ സ്ട്രോങ് ആയ ഈ ജനാഭിപ്രായം എന്ന് പറയുന്നത് ഏത് നിമിഷവും മാറാവുന്ന സാധനമാണ്. നമ്മൾ ഒറ്റ ഉദാഹരണമേ ഉള്ളൂ. പിണറായി വിജയൻ്റെ ഈ പത്രസമ്മേളനങ്ങൾ, കോവിഡ് കാലത്തൊക്കെ പിണറായി വിജയൻ്റെ പത്രസമ്മേളനം കാണുമ്പോൾ ഒരു TV-യിലെ അന്തിച്ചർച്ചയേക്കാൾ ആളുകൾ കാണും. അതുകൊണ്ട് പലപ്പോഴും ഈ അന്തിച്ചർച്ചകൾ പോലും മാറ്റിവെക്കുമായിരുന്നു. അങ്ങനെ അതിൻ്റെ വരുന്ന ആയിരക്കണക്കിന് കമൻറ്റുകളും ലൈക്കുകളും ഉണ്ടായിരുന്നൊരു നേതാവായിരുന്നു പിണറായി വിജയൻ. ആ പിണറായി വിജയനെ ഇന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാൽ ഒരാൾ പോലും നല്ലത് പറഞ്ഞില്ല, പച്ചത്തെറി വിളിക്കുന്നവർ മാത്രമേ ഉള്ളൂ. ഇതാണ് ഈ പബ്ലിക് ഒപ്പീനിയൻ്റെ പ്രത്യേകത. ഇതിൽ നിലനിൽക്കുക എന്ന് പറയുന്നത്. ഇപ്പോൾ യൂട്യൂബർമാരുടെ കാര്യം എടുക്കുക. ഞാൻ കഴിഞ്ഞ കുറേ കാലമായി യൂട്യൂബർമാരെ കാണുന്നത്. എത്രയോ യൂട്യൂബർമാർ വരുന്നു, ചിലർ വൈറലാവുന്നു. പക്ഷെ എവിടെയാണ് ഇവരൊക്കെ? അസ്തമിക്കാൻ ആരുമില്ല. എന്നുവെച്ചാൽ വളരെ കൺസിസ്റ്റൻ്റായി സത്യത്തിനൊപ്പം നിൽക്കാത്ത ആളുകളുടെ
റെപ്യൂട്ടേഷൻ ഏത് നിമിഷവും പോകാം. ഇതിൻ്റെ ഉദാഹരണമാണ് പിണറായി വിജയൻ. അപ്പോൾ ഇപ്പം വി ഡി സതീശൻ റെപ്യൂട്ടേഷൻ എക്കാലത്തും ഉണ്ടാവുമെന്ന് കരുതി ഈ ജാഗ്രത കുറവ് കാണിച്ചാൽ വലിയ തിരിച്ചു. മാത്രമല്ല ഇപ്പൊ അവതാരങ്ങൾ പ്രത്യക്ഷപ്പെട്ട് തുടങ്ങിയെന്ന് തന്നെയാണ് സൂചനകൾ നമുക്ക് ലഭിക്കുന്നത്. എല്ലായിടത്തും അവതാരങ്ങളുണ്ട്. വീട് സഹിതം പോകുന്ന സ്ഥലങ്ങളൊക്കെ നമുക്കറിയാം, നമുക്ക് അറിയാവുന്ന ചില അവതാരങ്ങൾ ഇടിച്ചു കയറി അവിടെ നിൽക്കുന്നുണ്ട്. അതിന്റെ പിറന്നാളിൽ ചില അവതാരങ്ങൾ കേക്ക് കൊണ്ടുപോയി എന്ന് കേട്ടതുപോലെ അത് സ്ഥിരം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ സ്ഥിരം കേക്ക് മുറിക്കുന്നു. അതുകൊണ്ട് ITS കേക്ക് അച്ഛൻ. അപ്പം ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആകെപ്പാട് വി ഡി സതീശൻ ഇവിടെ വളരെ കൃത്യമായിട്ട് കാര്യം. വി ഡി സതീശൻ വളരെ ശക്തരായ 2 നേതാക്കന്മാരെ തോൽപ്പിച്ചാണ് മുഖ്യമന്ത്രി കസേരയിലെത്തിയത്. MLA-മാരുടെ പിന്തുണയില്ല, ഹൈക്കമാൻഡിൻ്റെ പിന്തുണയില്ല. എന്നിട്ട് വി ഡി സതീശൻ മുഖ്യമന്ത്രി ആയത് ജനവികാരം കൊണ്ട്. ഈ ജനവികാരം നിലനിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ വി ഡി സതീശൻ അപ്പം തന്നെ ഔട്ടാവും. അത് സതീശൻ മനസ്സിലാക്കിയ നല്ലതാണ്. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് സതീശൻ്റെ ജാഗ്രത കുറവ് വളരെ ശക്തമാണ്. ഒന്ന്, സതീശൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ സ്വന്തമായി തീരുമാനമെടുക്കുകയാണ് പല കാര്യം. പ്രത്യേകിച്ച് മന്ത്രിമാർക്ക് അതാത് വകുപ്പിലെ നിയമനങ്ങളുടെ കാര്യത്തിൽ അവരുടെ ഭാഗം ഉമ്മൻചാണ്ടി കേൾക്കുമായിരുന്നു. ഈ കണ്ണൂർ കളക്ടറായിരുന്ന ആളെ പിടിച്ച് വ്യവസായ കളക്ടറാക്കിയത് കുഞ്ഞാലിക്കുട്ടിയെ പോലെ സീനിയറായിട്ടുള്ള മന്ത്രി അതെ. എന്നോട് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ആരോ ഒരു മന്ത്രി എന്നോട് പറഞ്ഞൊരു കഥയുണ്ട്. ഞാൻ ആരാന്ന് മറന്നുപോയി. ഒരു നിയമനം, ഒരു സെക്രട്ടറിയെ നിയമിക്കുന്നു. അപ്പം സെക്രട്ടറി അവിടെ നിയമനം വന്നു. പക്ഷെ എന്തോ കാരണത്താൽ ഉമ്മൻചാണ്ടി ആ മന്ത്രിയോട് പറഞ്ഞിരുന്നില്ല. നിയമനത്തിൻ്റെ ഉത്തരവ് വന്നപ്പോൾ മന്ത്രി പ്രതിഷേധിച്ചു. അപ്പം തന്നെ പറഞ്ഞു, സോറി, ഇത് ഞാൻ ഒരു ആശയക്കുഴപ്പത്തിൻ്റെ വിഷയമാണ്, അത് മാറ്റി. അയാളുടെ നിയമനം നമ്മൾ മാറ്റി അങ്ങനെ. ആ സമയം ഇവിടെ സെക്രട്ടറിമാരെ 2ാമത്തെ ലിസ്റ്റ് ഇറങ്ങിയപ്പോഴും മന്ത്രിമാർ കൺസൾട്ട് ചെയ്തിട്ടില്ല. കൺസൾട്ട് ചെയ്തിട്ടില്ല. അവന് പോലീസിന്റെ ഉന്നതന്മാരെ അസ്വസ്ഥത വരുന്നുണ്ട്. അപ്പം ഇതൊക്കെ വലിയ ദോഷങ്ങൾ ഉണ്ടാക്കും. ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് ഈ അശോകിനെയും പ്രശാന്തിനെയും 3 or 4 മന്ത്രിമാർ ചോദിച്ചിരുന്നു. പക്ഷെ അവർക്കാർക്കും കൊടുത്തില്ല. ഇത്തരത്തിൽ ഉദ്യോഗസ്ഥന്മാരുടെ കാര്യത്തിൽ ഒരു കൺട്രോൾ പൂർണ്ണമായും വന്നില്ലെങ്കിൽ ഇപ്പോഴുമില്ല. ഇപ്പോഴും ഈ കളങ്കിതനായ ചീഫ് സെക്രട്ടറി തന്നെയാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. 2 ആഴ്ച ഉള്ളെങ്കിൽ പോലും അയാളാണ് നിയന്ത്രിക്കുന്നത്. അപ്പൊ മാത്രമല്ല ഈ രാജമാണിക്യത്തെ പോലെ മുഖ്യമന്ത്രി ചെവി തിന്ന് ചില ആളുകൾ വരുന്നു. പിന്നെ വലിയ പല ഇടപാടുകളും അണിയറയിൽ ഒരുങ്ങുന്നു. മുഖ്യമന്ത്രിയുടെ കൊച്ചി ഓഫീസ് ബേസ് ചെയ്തുകൊണ്ട്, കൊച്ചിയിലെ അദ്ദേഹത്തിൻ്റെ ഓഫീസ് ബേസ്, അതായത് അവിടുത്തെ കൊച്ചി കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരാൾ, പഴയ മുഖ്യമന്ത്രിയുടെ ഒരു സഹചാരി കാശ് മേടിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ തന്നെ പുറത്തു വരുന്നത്. ഇതൊക്കെ ഒരുമിച്ചങ്ങ് വരും. ഇനി മനസ്സിലാക്കേണ്ട കാര്യം, ആഭ്യന്തരമന്ത്രിയും വിജിലൻസ് മന്ത്രിയും രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ജീവിതത്തിൽ ഇക്കുറി അദ്ദേഹത്തിന് ആകാൻ പറ്റിയില്ലെങ്കിൽ ഇനി ആകാൻ പറ്റത്തില്ല, ഇനി അവസരമില്ല. അതുകൊണ്ട് അദ്ദേഹം അവസാന ദിവസം വരെ, അതായത് ഈ സർക്കാരിൻ്റെ അവസാന ദിവസം വരെ അദ്ദേഹം മുഖ്യമന്ത്രിയാകാൻ ശ്രമിക്കും, ഉറപ്പാണല്ലോ. അപ്പോൾ പോലീസും വിജിലൻസും ഇടയിലാണ്. അപ്പം ഗൗരവമേറിയ, അപ്പോൾ കൃത്യമായി മന്ത്രിമാരുടെ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഇടപെടലുകൾ പരിശോധിക്കുകയും രേഖകൾ ശേഖരിക്കുകയും ചെയ്യും. അന്ന് നേരത്തെ മന്ത്രിയെ പരിചയമില്ലല്ലോ അദ്ദേഹത്തിന്, ഡയറക്റ്റ് മുഖ്യമന്ത്രിയായ ഒരാളല്ലേ. ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് ഈ മുഖ്യമന്ത്രിയുടെ വിശദാംശങ്ങൾ ശേഖരിക്കാൻ മാത്രം ഒരു രഹസ്യ പോലീസ് സംഘത്തെ ആഭ്യന്തരമന്ത്രി നിയോഗിച്ചിട്ടുണ്ടെന്നാണ് സാധ്യത. അപ്പോൾ ആ വിവരം കിട്ടിയാൽ പരാതിപ്പെടുന്നത് വേറൊരാളായിരിക്കും. അയാൾ പരാതി വിജിലൻസോ പോലീസോ തള്ളിക്കളയും, മുഖ്യമന്ത്രിക്കെതിരാണല്ലോ. പക്ഷെ കോടതി പറഞ്ഞാൽ നന്നായിട്ടങ്ങ് അന്വേഷിക്കാൻ വിജിലൻസോ പോലീസോ തീരുമാനിച്ചാൽ തെറിക്കുന്ന സാധനമേ ഉള്ളൂ. അതുകൊണ്ട് സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ജാഗ്രത പാലിച്ചില്ലെങ്കിൽ കൃത്യമായിട്ട് വി ഡി സതീശന് പണി കിട്ടും. അവതാരങ്ങളെ ഒരു കാരണവശാലും 7 ഇല തടിപ്പിക്കരുതെന്നുള്ള കാര്യം. അവതാരങ്ങൾ മാത്രമല്ല, അദ്ദേഹം അറിഞ്ഞുകൊണ്ട് തന്നെ, ഞാനിപ്പോൾ തൽക്കാലം അയാളുടെ പേര് പറയുന്നില്ല, മുഖ്യമന്ത്രി ഓഫീസിലുള്ള ഒരാൾ മുഖ്യമന്ത്രി ആവുന്നതിന് മുൻപ് തന്നെ സാമ്പത്തിക ഇടപാടുകൾ ആരംഭിച്ചിരുന്നു. എനിക്ക് പരിചയമുള്ള ഒരാളെ വിളിച്ചു വരുത്തി ഭീഷണിപ്പെടുത്തി അവരുടെ കാശ് മേടിച്ചു. തെരഞ്ഞെടുപ്പിന് ശേഷം ഇത്തരത്തിൽ അയാളുടെ ഇനിഷ്യേറ്റീവിൽ തന്നെയാണ് ഒരാളെ ഈ പറയുന്ന ഗവൺമെൻറ് പ്ലെയർ, ആദ്യം ഒരു ഗവൺമെൻറ് പ്ലെയറായിട്ട് കൊണ്ടിരുന്നു, അതിനുശേഷം ഇതിൻ്റെ പേരിൽ ഇടപാട് നടക്കുന്നത്. അപ്പം ദുരൂഹമായ പല സാമ്പത്തിക ഇടപാടുകളും കൃത്യമായി ആരംഭിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ, സർക്കാർ മുമ്പോട്ട് പോകണമെങ്കിൽ സാമ്പത്തിക വേണമായിരിക്കും. പക്ഷേ അതിന് കവിഞ്ഞുള്ള പോക്കുകൾ, ഇപ്പം അദ്ദേഹം അദാനിയുമായി ബന്ധമില്ല എന്നൊക്കെ പറയുമ്പോഴും സംശയിക്കാവുന്ന പല സാഹചര്യങ്ങളും രൂപപ്പെട്ട് വരുന്നുണ്ട്. ഇത്തരം കഥകളൊക്കെ പുറത്തേക്ക് വന്നാൽ, ഇപ്പം ഞാൻ പറഞ്ഞു, ഉമ്മൻചാണ്ടിയെ പോലെ മഹാനായ ഒരു മനുഷ്യനെ, സത്യസന്ധനായ ഒരു മനുഷ്യനെ അവസാനം നാറി നശിച്ചാണ് ഇറങ്ങേണ്ടി വന്നത്. ഇപ്പോൾ CPM അവരുടെ സൈബർ സഖാക്കളൊക്കെ ഈ നിശബ്ദത വെടിഞ്ഞ് രംഗത്ത് വന്ന് വലിയ പോരാട്ടത്തിന് ഇറങ്ങിയാൽ
തീർച്ചയായും അതിനെ പ്രതിരോധിക്കാൻ കോൺഗ്രസിന് കഴിയില്ല. കഴിയില്ല. അതുകൊണ്ട് ജാഗ്രതയോടെ കഴിഞ്ഞാൽ വി.ഡി. സതീശൻ നല്ലതാണ്. ഇപ്പോഴത്തെ ഈ അനാവശ്യ വിവാദങ്ങൾ, ആ വിവാദങ്ങൾ വി.ഡിയുടെ മാത്രമല്ല യു.ഡി.എഫ് സർക്കാരിൻ്റെ ഇതുവരെയുള്ള തിളക്കത്തിന് നേരിയ കുറവ് വരുത്തിയിട്ടുണ്ട്. അത് ആവർത്തിക്കാതെ തെറ്റുകൾ തിരുത്തി ജാഗ്രതയോടെ അഴിമതിക്കെതിരെ, സ്വജനപക്ഷപാതത്തിനെതിരെ സന്ധിയില്ലാ സമരം നടത്തി മുമ്പോട്ട് പോയി ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊപ്പം ഉയർന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അധികകാലം ആയുസ്സുണ്ടാവില്ല. അടുത്ത 5 വർഷം കാത്തിരിക്കേണ്ടി വരില്ല. അതിനു മുൻപ് തന്നെ വലിയ അട്ടിമറി നടത്തപ്പെടാം എന്ന് തിരിച്ചറിയുക. നന്ദി, നമസ്കാരം.